ഉമ്മു ഹബീബ പഴയ കാലഘട്ടത്തിൽ മുസ്ലിമത്തായ ഒരു മഹദിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. നാം ചർച്ച ചെയ്തു വരുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയാവാൻ പോകുന്ന ചരിത്രത്തിൽ നമ്മുടെ ചർച്ചയിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പണ്ട് തന്നെ മുസ്ലിമത്തായവരായിരുന്നു. ഇനി നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു തറവാട്ടിൽ ആരും മുസ്ലിമല്ല. അബൂ സുഫിയാൻ നേതൃത്വം മുസ്ലിമല്ല. അബൂ സുഫിയാന്റെ വീടും നേതൃത്വങ്ങളുടെ വീട്, അബൂ സുഫിയാൻ ഉയർന്ന തറവാട്ടുകാരൻ. ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരു പെണ്ണ് മുസ്ലിമത്തായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക? ചെറുപ്പത്തിലെ മുസ്ലിമത്തായത് കൊണ്ട് തന്നെ മക്കയിൽ വെച്ചിട്ട് വളരെ കൂടുതൽ ദ്രോഹിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് അബൂ സുഫിയാന്റെ ഭാഗത്തിൽ നിന്നിട്ട് തന്നെ മർദ്ദനമുണ്ടായി. വാപ്പ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്താക്കി കളയുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് മുസ്ലിങ്ങൾ എത്യോപ്യയിലേക്ക് അബസീനിയയിലേക്ക് ഹിജ്റ പോയി എന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ പോകാൻ ഒരുങ്ങുന്നു. പണ്ട് തന്നെ ക്രിസ്ത്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അദ്ദേഹം പിന്നെ ക്രിസ്ത്യനായിരുന്നതായ അദ്ദേഹമാണ് ആരുടെ ഭർത്താവ്? ഉമ്മു ഹബീബയുടെ ഭർത്താവ്. അദ്ദേഹം പിന്നെ ക്രിസ്തുമതം ഒഴിവാക്കി എന്ന് പറയപ്പെടുന്നു. ഒഴിവാക്കിയിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ, ഇല്ലെങ്കിൽ വീണ്ടും ക്രിസ്ത്യാനിയായി മാറൂലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ എത്യോപ്യയിലേക്ക് എത്തിയപ്പോൾ എത്യോപ്യയിൽ നിന്നിട്ട് അദ്ദേഹം വീണ്ടും എന്ത് സംഭവിക്കുന്നു? ക്രിസ്ത്യാനിയായി മാറുകയും ചെയ്യുന്നു. ഉമ്മു ഹബീബ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്യോപ്യയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ഉമ്മു ഹബീബയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു അഅലം ഈ ഉബൈദുള്ള മുസ്ലിമായിരുന്നു. എപ്പോൾ? മക്കയിൽ. യഥാർത്ഥത്തിൽ ഇസ്ലാം കയറേണ്ടതുപോലെ ഹൃദയത്തിൽ കയറിയാൽ പിന്നെ പുറത്തു പോകില്ല എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. അതാര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പഠിച്ചത്? ഇതേ നാം ചർച്ച ചെയ്തു വരുന്ന കുടുംബത്തിന്റെ തലവനാകുന്ന അബൂ സുഫിയാൻ, അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്ന. ബുഖാരിയിലാണ്. 6-ാം നമ്പറോ 7-ാം നമ്പറോ ഹദീസാണത്. എന്താണത് സംഭവം? ഹിറക്കൽ ചക്രവർത്തിയുടെ വാക്ക്. എന്ത്? ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്നു, എപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എഴുത്ത് ചക്രവർത്തിക്ക് എത്തിയതായ സന്ദർഭത്തിൽ അറബികളുടെ നേതൃത്വമായിട്ട് കച്ചവടക്കാരായിട്ട് കണ്ടുപിടിച്ചത് ആരെയാണ്? അബൂ സുഫിയാനെയാണ്. വിളിച്ചു കൊണ്ടുവന്നിട്ട് ചോദിച്ചു ആ എഴുത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച്. ആ ചോദിച്ച ചോദ്യങ്ങളിൽപ്പെട്ടതാണ്, ഈ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കുടുംബ മെമ്പറായ മുഹമ്മദിന്റെ കൂടെ ആരെങ്കിലും മെമ്പർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ മതത്തിൽ നിന്നിട്ട് പിൻവലിക്കാറുണ്ടോ? അപ്പോൾ എന്ത് പറഞ്ഞു അബൂ സുഫിയാൻ? ഇല്ല എന്ന് പറഞ്ഞു. ആരും പിൻവലിക്കാറില്ല. ഇത് പറഞ്ഞപ്പോൾ എന്താണ് ഹിറക്കൽ മറുപടി നൽകിയത്? സത്യത്തിന്റെ ഈമാനിന്റെ സ്വഭാവം അത് തന്നെയാണ്. ഈമാൻ ഒരാളുടെ ഹൃദയത്തിൽ കയറിക്കൂടിയാൽ, ശരിക്ക് സ്ഥലം പിടിച്ചാൽ, ശരിക്ക് ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ മതം ഒഴിവാക്കുന്ന സ്വഭാവമേ ഇല്ല, മതം ഒഴിവാക്കലുണ്ടാവൂല എന്ന് ആര് പറഞ്ഞു? ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഉബൈദുല്ലാന്റെ ഹൃദയത്തിൽ ഈമാൻ മുമ്പ് തന്നെ കയറിക്കൂടിയിട്ടുണ്ടാവില്ല. കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ക്രിസ്ത്യാനിയായി മാറുമല്ലോ. അതെ, എന്താണ് നാം കേട്ടത്? ഇത്രയും ഉയർന്ന തറവാട്ടിലെ മെമ്പറായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം എന്ന് വിശ്വസിച്ചത് മുമ്പ് തന്നെയാണെന്ന് കേൾക്കുമ്പോൾ മുമ്പന്മാർക്കുണ്ടായ കഷ്ടതകൾ നമുക്കറിയാം. മുമ്പന്മാർ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നേടിയതായ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, പുരുഷന്മാർക്ക് തന്നെ നേതൃത്വമായിട്ട് പോലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ സ്ഥിതി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സ്ത്രീകളല്ലെങ്കിൽ തന്നെ ശേഷി കെട്ടവരാണ്. അവർക്ക് ത്രാണമില്ല എതിർക്കുന്നവരെ, മത്സരിക്കുന്നവരെ എതിർക്കാൻ, സംസാരത്തിലൂടെ എതിർക്കാനോ ഏത് രൂപത്തിൽ എതിർക്കാനോ ത്രാണമോ കഴിവോ ഇല്ല, കഴിവോ കൽപ്പോ ഇല്ല. അങ്ങനെയുള്ള സ്ഥിതിയാണ് സ്ത്രീയുടെ സ്ഥിതി എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള മഹദിയായ ഉമ്മു ഹബീബ എത്യോപ്യയിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഒരു രാജാവുണ്ട്. ഇത് കണ്ട് പ്രയാസപ്പെടുന്നത് കൊണ്ട് റസൂൽ പറഞ്ഞതാണ്. എന്ത്? റസൂൽ എവിടെ പോകുമ്പോഴും അബുൽ അർഖമിന്റെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പരസ്യമായിട്ട് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് സംഭവിക്കുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പന്മാരുടെ വീടുള്ള ഭാഗത്തിലെല്ലാം പോകുമ്പോൾ ഒരു ഭാഗത്ത് അമ്മാരന് ശിക്ഷിക്കപ്പെടുന്നു,
അതേ സ്ഥലത്ത് തന്നെ അമ്മാറിന്റെ വാപ്പ യാസറയും ശിക്ഷിക്കപ്പെടുന്നു, അമ്മാറിന്റെ ഉമ്മ സുമിയെയും ശിക്ഷിക്കപ്പെടുന്നു, അപ്രകാരം തന്നെ ഹുബൈബിനെ പിന്നൊരുവശത്ത് ശിക്ഷിക്കപ്പെടുന്നു, അപ്രകാരം തന്നെ മുസ്അബ് ഇബ്നു ഉമൈറിനെ അറസ്റ്റിലും, അങ്ങനെ ഓരോരുത്തരും ഓരോ വീടുകളിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് നീതിമാനാണ്, അദ്ദേഹത്തിനടുക്കൽ ഞാൻ നന്മ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ അവിടെ പോവുക എന്ന്. അവിടെ സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കും, അമ്ന് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴാണ് ഉമ്മു ഹബീബ തീരുമാനിച്ചു, ഭർത്താവോടൊപ്പം അവിടെ പോയി രക്ഷ തേടാം, വാപ്പയുടെ അക്രമത്തിൽ രക്ഷ തേടാം, അതുപോലെ മക്കയിലുള്ളതായ നേതൃത്വത്തിന്റെ ഭീഷണിയിൽ നിന്നിട്ടും രക്ഷ തേടാമെന്ന് ഉമ്മു ഹബീബ തീരുമാനിച്ചു. നോക്കൂ പ്രയാസം നമ്മുടെ നേതാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ പ്രയാസങ്ങൾ, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നമുക്കൊക്കെ ഇന്ന് എന്തൊരു സന്തോഷം, എന്തൊരു സുഖം നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചെയ്യാൻ, തസ്ബീഹുകൾ ചെല്ലാൻ, തഹ്ലീലുകൾ ചെല്ലാൻ, സലാത്തുകൾ ചെല്ലാൻ, ഖുർആന്റെ പരിഭാഷകൾ വായിക്കാൻ, ക്ലാസുകളിൽ വരാൻ, അല്ലാഹു റസൂല് പള്ളിയിൽ തന്നെ വന്നിട്ട് നിസ്കരിക്കാൻ, എന്തൊരു സൗകര്യങ്ങൾ. ഇതെല്ലാം അന്നുണ്ടോ? ആ സൗകര്യങ്ങൾ ഉണ്ടോ? ഇല്ല. ഖുർആൻ ഒന്നാമത് ഒളിച്ചിട്ട് ഓതാൻ തന്നെ പറ്റൂല, ഇടിയും അടിയും പാസാക്കലാണ്, കല്ലേറ് കിട്ടലാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് മഹദിയായ നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പോകാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഐത്യോപ്യയിലേക്ക് എത്തിയപ്പോൾ ഉബൈദുള്ള കാഫറായി, അഥവാ ക്രിസ്ത്യാനിയായി പഴയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായിരുന്നു മുസ്ലിമാകുന്നതിന് മുമ്പ്. ആ വ്യക്തി വീണ്ടും ക്രിസ്ത്യാനിയായിട്ട് മാറിയപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും പ്രയാസം? എവിടെയാണ് സ്ഥലം? ഏതോ നാട്ടിൽ, ഭാഷ അറിയാത്ത നാട്ടിൽ, ക്രിസ്ത്യാനികളുടെ നാട്ടിൽ, നേതാത്തിയുമാണ് ആൾ, കൊള്ളുന്നവരാണ് ആൾ, വാപ്പയാണെങ്കിൽ അഭയം നൽകാനില്ല, അതുപോലെ തന്നെ കുടുംബക്കാരും തന്നെ അഭയം നൽകാനില്ല, അടുത്ത ബന്ധമുള്ളവരാരും തന്നെ കൂടെയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഭർത്താവില്ലാത്ത ആളായി മാറുന്നത്. കോടിയാണെങ്കിൽ മകളുണ്ട്. ഈ സന്ദർഭത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഒന്നൊരിക്കലോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിച്ചവരോ, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരോ, കല്യാണം കഴിക്കാൻ സാധിക്കാത്തവരോ ഒക്കെയാണ് അവിടെയുള്ളവർ. 100 പേര് മാത്രമാണ് അവിടെ മുസ്ലിങ്ങൾ ചെന്നിട്ടുള്ളത്. എത്രയാണ് അവിടെ മുസ്ലിങ്ങൾ ഉള്ളത്? 100 പേര് മാത്രമാണ്. അതിൽ വേറൊരാൾ കൂടിയുണ്ട്, റസൂലുള്ളാഹിയുമായിട്ട് ബന്ധമുള്ള ആൾ. ഇത് റസൂലുള്ളാഹിന്റെ ഭാര്യയാവാൻ പോകുന്ന ആളാണ്. വേറൊരാളാണ് നാം സാധാരണ കേൾക്കാറുള്ള റസൂലുള്ളാഹിന്റെ മരുമകൻ അഥവാ പുതിയാപ്പള ഉസ്മാൻ ഉണ്ട്. പിന്നെ ആരാണ്? റസൂലുള്ളാഹിന്റെ മകൾ റുഖിയ. റസൂലുള്ളാഹിന്റെ മകൾ റുഖിയ. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഈമാനിന് കൊഴുപ്പുണ്ടാകണം. എന്താണ് കേൾക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണ്. നാട് വിട്ടോടേണ്ടതായ ചുറ്റുപാട് അവർക്കുണ്ടാകുന്നത്. റസൂലുള്ളാഹിന്റെ മകൾ, റസൂലുള്ളാഹിന്റെ കഷ്ണം. സുബ്ഹാനല്ലാഹ്, ഈ മതത്തിന് വേണ്ടി. അഹ്സാനു ഷൈഇൻ ഖദ് യറാ ഇൻസാനു റുഖിയത്തുൻ വബഅലുഹാ ഉസ്മാനു. ഹിജ്റ പോയിട്ട് മടങ്ങി വന്നിട്ട് മക്കയിലേക്ക് വീണ്ടും മടങ്ങി വന്ന് ഇറങ്ങുന്ന രംഗം ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ കണ്ടതായ സഹാബാക്കൾ, കവികൾ പറയുന്നതാണ്, നല്ലൊരു കാഴ്ചയായിരുന്നു അത്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളും റസൂലുള്ളാഹിന്റെ പുതിയാപ്പളയും ഹിജ്റ പോയി മടങ്ങി വരുന്ന വരവേൽപ്പ് എന്ന് കവി പറഞ്ഞതായിട്ട് കാണാം. അതെ, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉമ്മു ഹബീബ. ഏത് നാട്? ഭാഷ അറിയാത്ത നാട്, വിദേശം, മുസ്ലിങ്ങളുടെ നാടല്ല, ക്രിസ്ത്യാനികളുടെ നാട്. ഭർത്താവില്ലാതെയായി മാറുന്നു. ആള് നേതൃത്വവും കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മദീനയിൽ വിവരം കിട്ടുന്നു ഈ സംഭവം. അപ്പോൾ മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഹിജ്റ വന്നതിന്റെ ശേഷമാണ്
ഉബൈദുള്ള മുസ്ലിമാകുന്നതൊക്കെ. അപ്പോൾ അവരവിടെ തന്നെ തങ്ങി. മടങ്ങി വന്നവരുടെ കൂടെ ആര് വന്നിട്ടില്ല? ഉമ്മു ഹബീബ വന്നിട്ടില്ല. മടങ്ങി വന്നവരുണ്ട് മക്കയിലേക്ക് ഹിജ്റ പോയവരിൽ നിന്നിട്ട്, അല്ലേ? നമുക്കറിയാവുന്നതുപോലെ പലരും മടങ്ങി വന്നിട്ടുണ്ട്. ആ മടങ്ങി വന്നവർ മദീനയിലേക്ക് ഹിജ്റ റസൂൽ വന്നപ്പോൾ റസൂലിന്റെ കൂടെ എന്ത് ചെയ്തു? ഹിജ്റ വന്നു. എന്നാൽ അക്കൂട്ടത്തിൽ പെടാതെ ജാഫർ ഇബ്നു അബി താലിബിനെ പോലെ എത്യോപ്യയിൽ തന്നെ തങ്ങിയവരുണ്ട്. ആ തങ്ങിയവരുടെ കൂട്ടത്തിലാണ് ആര് പെട്ടിട്ടുള്ളത്? ഉമ്മു ഹബീബ പെട്ടിട്ടുള്ളത്. അതെ, ഹിജ്റയുടെ 6ാമത്തെ വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജാശിക്ക് വിവരം കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി ഈ ഭർത്താവ് നസറാണിയായി ക്രിസ്ത്യാനിയായി പോയി എന്ന വാർത്ത കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടുപറയാൻ വേണ്ടി അയക്കുന്നു. അതെ, പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു രംഗം, ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന രംഗം. നേതാവിന്റെ മകൾ, ആരുമില്ല, ഭാഷ അറിയാത്ത നാട്ടിൽ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രാർത്ഥിക്കുന്നവരൊരിക്കലും പ്രാർത്ഥനയിൽ നിരാശപ്പെടേണ്ടതുമില്ല. പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടാണെങ്കിൽ നിരാശ വേണ്ട. മുസ്ലിമാകുമ്പോൾ അത് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിക്കുന്ന പാഠമാണ്. ഉമ്മു ഹബീബ അടക്കമുള്ളവരെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏത് പ്രയാസത്തിന്റെ പിന്നിലും എളുപ്പമുണ്ടാകും, എളുപ്പമുണ്ടാകും, എളുപ്പമുണ്ടാകും. ഇന്ന മഅൽ ഉസ്രി ഇസ്തദ്ദി അസ്മതു തൻഫരിജി. അല്ലയോ അസ്മത്തെ. അറബി ഭാഷയിൽ, അറബി പഴമൊഴിയായിട്ട് പദ്യ രൂപത്തിൽ പറയാറുള്ളതാണ് അറബികൾ. എന്ത്? പ്രയാസമേ നീ ശക്തിയാകൂ, ശക്തിയാകൂ, ശക്തിയാകൂ. പ്രയാസം വർദ്ധിക്കുക. പ്രയാസം എത്ര വർദ്ധിച്ചു അപ്പോഴാണ് എന്തുണ്ടാകുക? പ്രയാസത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ളതായ ചുറ്റുപാടുണ്ടാവുക മുസ്ലിങ്ങൾക്ക്, മുഅ്മിനുകൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ്. يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. അള്ളാഹിന്റെ കൂടെയാണെങ്കിൽ, അള്ളാഹിനോട് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാതിരിക്കുന്നതല്ല, അവന്റെ പ്രയാസം നീക്കാതിരിക്കുന്നതല്ല എന്ന കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ചോദിക്കേണ്ടത്. ഒരിക്കലും നമ്മിൽ എന്ത് പാടുള്ളതല്ല? പാളിപ്പോകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് മദീനവാസികൾ, മദീനയിൽ താമസിക്കുമ്പോൾ നാം അള്ളാഹിന്റെ കൂടെയാവണം, അശ്ലീലങ്ങളുടെ കൂടെയല്ല. ഏത്? അശ്ലീലങ്ങളുടെ കൂടെയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു ഇന്ന്. ഖേദകരെന്ന് പറയട്ടെ, പലരുടെയും ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗം അശ്ലീലത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഒന്നിരിക്കലോ പൈങ്കിളി സാഹിത്യത്തിൽ, അല്ലെങ്കിലോ സംഗീതത്തിൽ, അല്ലെങ്കിലോ അശ്ലീലത്തിൽ. അപ്പോൾ നാം അള്ളാഹിന്റെ കൂടെയായിരിക്കണം, അശ്ലീലത്തിന്റെ കൂടെയാവാൻ പാടില്ല. അള്ളാഹ് ഈ പറയുന്ന നാം കേൾക്കുന്ന നേതാക്കളും, നാം കേൾക്കുന്ന നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഈ അന്തരീക്ഷത്തെ ശുദ്ധിയാക്കാൻ വേണ്ടി പാടുപെട്ടത് എത്രയാണ്? എത്ര പോരാട്ടങ്ങൾ, എത്ര യുദ്ധങ്ങൾ, എത്ര മത്സരങ്ങൾ, ഇതെല്ലാം എത്ര പട്ടിണികൾ, മുഴുപട്ടിണി, അരപ്പട്ടിണി, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ അന്തരീക്ഷത്തെ ശുദ്ധിയിലുള്ളതായ അന്തരീക്ഷമാക്കി മാറ്റാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം തന്നെ വരുന്നു. അവസാനം എന്ത്? ഇന്നൽ ഈമാന ലയരിസുൽ മദീനത്തി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ. ഈമാൻ അഭയം തേടുന്നതായ കേന്ദ്രമായി ഇത് മാറുന്നു. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ താമസിക്കുമ്പോൾ നാം ആ അന്തരീക്ഷത്തെ അശ്ലീലമാക്കാനോ, നാം ആ അന്തരീക്ഷത്തെ വ്രണപ്പെടുത്താനോ ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഞാൻ പറയാറുണ്ട് സുഹൃത്തുക്കളെ, നാം നന്മകൾ കൂടുതൽ ചെയ്തില്ലെങ്കിലും വിരോധമില്ല, തിന്മകൾ ചെയ്യരുത്. നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിലെങ്കിലും വിരോധമില്ല. നന്മകൾ ആ ഫർള് മാത്രം ചെയ്ത് ചടഞ്ഞുകൂടിയാലും വിരോധമില്ല. എന്നാലും തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്. തെറ്റിന്റെ കാര്യം അപകടമാണ്. പ്രത്യേകിച്ച് കട്ടികൂടും അള്ളാഹിന്റെ അടുക്കൽ തെറ്റിന്. ഇങ്ങനെയുള്ള ഭൂമിയിലാകുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ കട്ടികൂടും. പുണ്യമാസങ്ങളിൽ, പുണ്യഭൂമികളിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ കട്ടികൂടും. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അവിടെ അങ്ങകലെ എത്യോപ്യയിൽ വെച്ചിട്ടാണ് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന, രക്ഷിതാവേ, പ്രയാസത്തിലാണ് ഞാൻ. മക്കയിൽ നിന്നിട്ട് ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? മക്കയിൽ നിന്നിട്ട് ഞാൻ ഇവിടെ ഓടി വന്നത് ഞാൻ എന്റെ ഈമാനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ഭർത്താവ് മരിച്ച ശേഷം വീണ്ടും
നാട്ടിലേക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ മറ്റുള്ളവർ പോലെയല്ലല്ലോ ഞാൻ. മക്ക നേതൃത്വമാണ് എന്റെ വാപ്പ. എന്റെ വാപ്പ എന്നെ ഈ ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ സമ്മതിക്കുമോ? എന്റെ ഈമാനിന് കോട്ടമല്ലേ? എന്റെ വിശ്വാസം തകർന്നു പോവുകയില്ലേ? ഈ പേടിയോട് കൂടിയുള്ളതായ പ്രയാസത്തിൽ ഉമ്മു ഹബീബ ജീവിക്കുന്ന ആ രംഗത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ സഹോദരന്മാരെ, സഹോദരികളെ. അവിടെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് സെലക്ട് നടക്കുന്നതായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നു, അംർ ഇബ്നു ഉമയ്യത്ത് അൽ-അംരിയെ അയക്കുന്നു കെട്ടുപറയാനായിട്ട്. ആരുടെ അടുക്കലേക്കാണ് അയക്കുന്നത്? നജാശി രാജാവിന്റെ അടുക്കലേക്ക്. നജാശി രാജാവിന്റെ അടുക്കലേക്ക് അംർ ഇബ്നു ഉമയ്യത്ത് അൽ-അംരി വരുന്നു മദീനയിൽ നിന്നിട്ട് ഹിജ്റയുടെ 6ാമത്തെ വർഷത്തിൽ. ഞാൻ അള്ളാഹുവിന്റെ ദൂതരുടെ പ്രതിനിധിയാണ്, ഞാൻ വന്നിട്ടുള്ളത് കെട്ടുപറയാൻ വേണ്ടിയാണ്. ആരെ? ഉമ്മു ഹബീബേ. ആർക്ക്? അള്ളാഹിന്റെ ദൂതർക്ക് തന്നെ. ഈ വാർത്ത, ഈ സന്തോഷ വാർത്ത ഉമ്മു ഹബീബയുടെ അടുക്കലേക്ക് നജാശി രാജാവ് അബ്രഹ എന്നൊരു പെണ്ണിന്റെ കൂടെ, അഥവാ വേലക്കാരി അല്ലെങ്കിൽ അടിമസ്ത്രീയുടെ കൂടെയാണ് അയച്ചു കൊടുത്തത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ വാർത്ത എത്തിയ ഉടനെ തന്നെ സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് കൂടെയുള്ള വളകളൊക്കെ ഇറക്കിയിട്ട് മൂപ്പത്തിക്ക് സമ്മാനിച്ചു എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. ആ സന്തോഷം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ആ പ്രയാസത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് മനുഷ്യനെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ളതായ സന്തോഷം വരുമ്പോൾ എന്തായിരിക്കും പിന്നെ അത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ രാജാവ് ക്ഷണിച്ചിട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ വക്കാലത്താക്കുക. എന്തിന്? നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാൻ വേണ്ടി. നിങ്ങളുടെ കുടുംബത്തിലോ ഇവിടെ ഉള്ളവരിൽ നിന്നിട്ട് ഇഷ്ടമുള്ളവരെ വക്കാലത്താക്കുക. എന്തുകൊണ്ട്? മൂപ്പത്തി തന്നെയാണ് മൂപ്പത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളതായ ആളവിടെ. വാപ്പാരാണ്? കാഫറാണ്. കുടുംബം, ഒന്നാമത് വാപ്പ കാഫർ, രണ്ടാമത് വാപ്പ ഇവിടെ ഇല്ല. അതെ. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഖാലിദ് ഇബ്നു സഈദ് ഇബ്നു ഉമയ്യ, ഖാലിദ് ഇബ്നു സഈദ് ഇബ്നു അൽ-ആസ് ബനു ഉമയ്യയിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ദൂരബന്ധമാണ്. അദ്ദേഹത്തെ സെലക്ട് ചെയ്തു. ഞാൻ വക്കാലത്താക്കി എന്നെ റസൂലിന് നിക്കാഹ് ചെയ്തു കൊടുക്കാനെന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അനൗൺസ് ചെയ്തു. നജാശി രാജാവ് സ്വന്തം തന്നെ എത്രയാണ് ദീനാറ്? 400 ദീനാറ് നജാശി രാജാവ് റസൂലുള്ളാഹിക്ക് പകരം എന്തു കൊടുത്തു? മഹർ കൊടുത്തു. നമുക്ക് പരിചയമില്ലാത്ത സാധനമാണത്. കേരളീയർക്ക്, നിങ്ങൾക്കല്ല, കേരളീയർക്ക് പരിചയമില്ലല്ലോ മഹർ. കേരളീയർക്ക് സ്ത്രീധനം, പുരുഷധനം അറിയില്ല. പുരുഷൻ സ്ത്രീക്ക് കൊടുക്കാന്നുള്ളതാണ് പുരുഷധനം. സ്ത്രീധനം എന്താണ്? സ്ത്രീ പുരുഷന്റെ കൊടുക്കലാണ്. അതുകൊണ്ട് ഈ ധനത്തെ ചേർത്ത് പറയുന്നത് തന്നെ പെണ്ണിലേക്കാണ്, പുരുഷനിലേക്കല്ല. മഹർ അങ്ങനെയല്ല. നേരെ മറിച്ച് മഹർ ഇപ്പോ വർദ്ധിച്ചതുകൊണ്ട് വീട്ടിൽ സ്ത്രീകളെ ചടഞ്ഞുകൂടുന്നതായ ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇസ്ലാമിന്റെ നിയമത്തെ നടപ്പാക്കേണ്ടതുപോലെ ഒരു വിഭാഗം നടപ്പാക്കാത്തത് കാരണത്താൽ വല്ല കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോട്ടം കാരണത്താൽ നാം ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കേണ്ട നോക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയുണ്ടോ? ഇവിടെ നടപ്പാക്കിയവർ നടപ്പാക്കിയപ്പോൾ അത് നടപ്പാക്കേണ്ടതുപോലെ മഹർ നടപ്പാക്കാത്തത് കാരണത്താൽ ഇവര് പ്രയാസപ്പെട്ടു എന്ന്, എല്ലാവരും അല്ല, അങ്ങനെ ചെയ്യുന്നവർ പ്രയാസപ്പെട്ടു എന്നത് കാരണമല്ല നമുക്ക് എന്ത് നാം മഹർ ഒഴിവാക്കാൻ. നാം ഇപ്പോഴും മഹർ വർദ്ധിച്ചിട്ട് ഒരു 10,000-ലേക്ക് എത്തിയിട്ടില്ല, ഒരു 10,000-ലേക്ക് എത്തിയിട്ടില്ല. 400 ദീനാർ അന്നത്തെ കാലഘട്ടത്തിൽ എത്ര ലക്ഷം ഉറപ്പിക്കുകയായി? അതൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പകരം ഇത് നജാശി രാജാവ് കൊടുത്തതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചായിട്ട് വല്ല വാക്കും നാം കേട്ടോ? ഇതുവരെ നജാശി കൊടുത്ത് കൂടുതലായി പോയിന്നു ഇല്ല, പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയമായിട്ട് മഹർ കൊടുക്കാറുണ്ടായിരുന്നത് എത്രയാണ്? 400 വെള്ളിയാണ്. 400 വെള്ളി എല്ലാ ഭാര്യമാർക്കും റസൂൽ കൊടുക്കാറുണ്ടായിരുന്നു. അത് ഇന്നത്തെ അപേക്ഷിച്ചിട്ട് നല്ലൊരു സംഖ്യയാണ് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹുവാണ് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. വലീമ, നജാശി രാജാവ് മഹാവലീമ നടത്തി. എവിടെ? എത്യോപ്യയിൽ. നിങ്ങളുടെ നേതാവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലീമ നടത്തി. കാരണം നജാശി രാജാവ്
ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യാറില്ല? മുസ്ലിമായിട്ട് പ്രജകളുടെ ഇടയിൽ മുസ്ലിമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. നജാശി രാജാവ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഖാലിദ് ഇബ്നു സഈദ് ഇബ്നു അൽ ആസി മുഖേന കല്യാണം കഴിച്ചു കൊടുത്ത ശേഷം ശർഹബീൽ ഇബ്നു ഹസന റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ആരെ? ഉമ്മു ഹബീബയെ. അങ്ങനെ നമ്മുടെ നേതാത്തിയായ, നേതാത്തി എന്ന് പറയാൻ പാടില്ല എന്നാണ്, നേതാത്തി എന്ന് മലയാളത്തിൽ ഇല്ല എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ നേതാവായ തന്നെ പറയാം അല്ലേ? ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് എത്തുന്നു റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട്. വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായിട്ട്, നമ്മുടെ ഉമ്മയായിട്ട് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ മദീനയിലേക്ക് എത്തുന്നു. മദീനവാസികൾ സ്വീകരിക്കുന്ന രംഗം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. വർഷങ്ങൾ അവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചതായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ മദീനയിലേക്ക് എത്തുന്നതായ വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീണ്ടും ഇവിടെ ആഘോഷം നടത്തിയെന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്ത്? വലീമ. അവിടെ നടത്തിയതിന് പുറമെ ഇവിടെ വലീമ നടത്തുകയും ചെയ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മദീനയിൽ. കാശുള്ള ആളല്ലേ? അപ്പോൾ ചരിത്രമാണിത്. ചില ആൾക്കൊക്കെ ഇപ്പോൾ പ്രയാസം, കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നു, അവിടെ വലീമ നടത്തി, ഇവിടെ വലീമ നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കും കിട്ടണം അവകാശം എന്നൊക്കെ പലർക്കും പറയാൻ തോന്നാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് വന്നവരെ കുറിച്ച് പരിസരത്തുള്ളവർക്കൊക്കെ. വാർത്ത മക്കയിലേക്കെത്തി. എന്ത് വാർത്ത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബയെ ഭാര്യയായി സ്വീകരിച്ചു എന്ന വാർത്ത മക്ക നേതാവ് അബൂ സുഫിയാനിലേക്ക് എത്തി. അബൂ സുഫിയാൻ വാർത്ത കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? ഹാദൽ ഫഹലു ലാ യുജ്ദഉ അൻഫു. അറബി ഭാഷയിൽ അതിന് പദാർത്ഥം മലയാളത്തിൽ വെച്ച ഗൗരവം നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ എന്റെ മകൾക്ക് അർഹനായ മാന്യനാണ് അദ്ദേഹം എന്ന് മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അബൂ സുഫിയാൻ അറിയില്ല ആരാണ് റസൂലെന്ന്, ആരാണ് ദൂതരെന്ന്, ദൂതരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അബൂ സുഫിയാൻ അറിയില്ലേ. അതുകൊണ്ട് അഭിമാനിച്ചു അബൂ സുഫിയാൻ കേട്ടപ്പോൾ. എന്നാണ് ഏത്? അബൂ സുഫിയാൻ കാഫറായതോടുകൂടി അദ്ദേഹം അഭിമാനിച്ചു, എന്റെ മകൾക്ക് അർഹനാണ് ആര്? മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ മറ്റു ഭാര്യമാരിൽ നിന്നിട്ട് വ്യത്യസ്തമായ പ്രത്യേകത അവരിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പയുടെ മകളായി വരുന്നു. എളാപ്പ മൂത്തപ്പ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജ്യേഷ്ഠാഞ്ജന്മാരുടെ മക്കൾ. നമ്മുടെ നാട്ടിലൊക്കെ ദൂരായിരുന്നാൽ അങ്ങനെ തന്നെ ഇപ്പോൾ വരെ പറയാറുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതായ സൈനബ ബിൻത് ജഹ്ഷോ, അത് റസൂലുള്ളാഹിന്റെ അമ്മായിയുടെ മകളാണ്. പെണ്ണിൽ കൂടി വരുമ്പോഴുള്ള ബന്ധത്തിനേക്കാളും വലിയ ബന്ധമാണല്ലോ എന്ത്? പുരുഷനിൽ കൂടി വരുമ്പോൾ ഉണ്ടാകുന്നതായ ബന്ധം. ബനൂന ബനു അബ്നാഇന ഓ ബനാതുന ബനൂഹുന്ന അബ്നാഉ റിജാലുൽ അബാഇദു എന്ന് പണ്ട് പദ്യങ്ങൾ ചിലതായി ഓർക്കുന്നു. ബനൂന ബനു അബ്നാഇന, നമ്മുടെ ആൺമക്കൾ, നമ്മുടെ മക്കൾ നമ്മുടെ ആൺമക്കളുടെ മക്കളാണ്. ഓ ബനാതുന ബനൂഹുന്ന, നമ്മുടെ പെൺമക്കളോ ബനൂഹുന്ന അവരുടെ ആൺമക്കൾ, അബ്നാഉൽ റിജാലുൽ അബാഇദു ദൂരമുള്ള പുരുഷന്മാരുടെ മക്കളാണ്. അങ്ങനല്ലേ? നമ്മുടെ പെൺമക്കളുടെ മക്കൾ വേറെ ഭർത്താക്കന്മാരുടെ, വേറെ പുറത്ത ആണുങ്ങളുടെ മക്കളാണ്. നമ്മുടെ ആൺമക്കളുടെ മക്കൾ നമ്മുടെ മക്കളാണ്. ഇതിന്റെ അർത്ഥം ചാർച്ച ബന്ധത്തിന് കോട്ടം പെൺമക്കളുടെ മക്കൾക്ക് തട്ടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇത് ജാഹിലി വാക്കാണ് കേട്ടാ. പണ്ട് കാലഘട്ടങ്ങളിൽ അറബികൾ അങ്ങനെ പറഞ്ഞു എന്നാണ്. ഇസ്ലാം അംഗീകരിക്കുന്ന തത്വമായതുകൊണ്ടല്ല. അതുകൂടി മനസ്സിലായിക്കോളി. പദ്യം ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പണ്ട് ചെറുപ്പത്തിൽ പള്ളിദ്രസിൽ ചൊറിഞ്ഞ് ഓതിയ കാര്യങ്ങളിൽപ്പെട്ടാണ് അതൊക്കെ. എന്നാൽ ഈ മുഹബീബ നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്, പലപ്പോഴും കേട്ടുപരിചയമുള്ളത്. മദീനയിലേക്ക്
മക്ക റിപ്പബ്ലിക് നടക്കാൻ പോകുന്ന വാർത്ത അബൂ സുഫിയാന് ലഭിച്ചപ്പോൾ മക്കയിലേക്ക് റസൂലും പട്ടാളവും പുറപ്പെടാതിരിക്കാൻ വേണ്ടി വല്ല നിലക്കും ചർച്ചയിലേക്ക് എത്താൻ അബൂ സുഫിയാൻ തന്നെ നേരിട്ട് മദീനയിലേക്ക് വന്നു. മുമ്പുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ബന്ധവും കൂടിയില്ലേ ഇപ്പോൾ മുഹമ്മദിന് എന്നോട്? എന്താണ്, ഞാൻ മുഹമ്മദിന്റെ അമ്മോച്ചനല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അബൂ സുഫിയാൻ അവിടുന്ന് ഓടി വന്നു. മക്ക റിപ്പബ്ലിക് നടക്കാൻ അഥവാ മക്കയോട് പോരാടാൻ വേണ്ടി പുറപ്പെടാതിരിക്കാൻ. ആ വന്ന വരവേൽപ്പ് ഇവിടെ എത്തിയപ്പോൾ ആദ്യം ഏതായാലും ചെല്ലൽ എവിടേക്കായിരിക്കും? മോളെ വീട്ടിലേക്കല്ലേ? മകളെ വീട്ടിലേക്ക് ചെന്നു. നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. മകളെ വീട്ടിലേക്ക് ചെന്നിട്ട് മകളൊക്കെ സ്വീകരിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ വിരിപ്പ് അവിടെ മടക്കി വെച്ചു. എന്നിട്ട് ഇരുന്നോ വാപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തടി നീ കാട്ടിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് എന്താണ്? അള്ളാന്റെ ദൂതരാകുന്ന ആ മഹാൻ ഇരിക്കുന്ന സ്ഥലത്ത് ശിർക്ക് പേറുന്ന വാപ്പ നിങ്ങൾ ഇരിക്കാൻ അർഹനല്ല, അതുകൊണ്ടാണ് ഞാൻ ആ വിരിപ്പ് മടക്കാൻ കാരണമെന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അതാണ് ഈമാൻ മനുഷ്യനിൽ പരിവർത്തനമുണ്ടാക്കുക.